സോ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഫിസ്റ്റിങ്ങും ഇമോട്ട് എല്ലാം അലൗഡാണ് നമ്മുടെ ടൂർണമെന്റിൽ. അതും പറഞ്ഞ് ദയവ് ചെയ്ത് ആരും ഇതിനകത്ത് പറയരുത്. ടൂർണമെന്റിൽ അലൗഡാണ്. ടൂർണമെന്റ് റൂൾസ് ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല, അവിടെ കീച്ചൻ സ്ക്വാഡ് ടോക്കിയോ അടിക്കുന്നു. കീച്ചൻ സ്ക്വാഡ് ടോക്കിയോ അടിക്കുന്നു. കീച്ചൻ സ്ക്വാഡ് ടോക്കിയോയിലെ ഒരു പ്ലെയറിനെ കൺഫേം ആക്കുന്നു. ആൻഡ് ഫൈനൽ സർക്കിൾ ഇതൊരു 14 ടീംസും 48 പേര് ഈ സർക്കിളില്. എവിടുന്നൊക്കെയാണ് അടി വരുന്നതെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള അടിയാണ്. ഹരി ദ ബീസ്റ്റ് അവിടെ ടോക്കിയോയിലെ പ്ലെയറിനെ എടുക്കുന്നു. ഹരി ദ ബീസ്റ്റ് വരുന്ന എല്ലാ ഫൈറ്റ്സും കമ്മിറ്റ് ചെയ്താണ് ടിവിയെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 4 കിൽ ഓൾറെഡി ടിവിയെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. 4 കിൽസ് ടി വി ഓൾറെഡി സോൺ ഔട്ട് ആയിട്ടുണ്ട്. ടിവിക്ക് സോണിലേക്ക് പോകേണ്ട സമയമായി. ആൻഡ് MRC ഒരു നല്ല സോൺ എഡ്ജിൽ നല്ലൊരു പൊസിഷൻ എടുത്ത് MRCയുടെ മെയിൻ ലൈനപ്പ് അവിടെ ഉണ്ട്. അതുപോലെ ടിവിയുടെ അടുത്തോട്ട് ടീം അറബി വരുന്നുണ്ട്. ടീം അറബി ടിവിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ആൻഡ് അവര് അവിടെ നിന്ന് നേരെ തിരിച്ചു പോയി. ഓപ്പണിൽ വണ്ടി കണ്ടു. ഒരു നോക്കിടാനുള്ള ശ്രമം, ഒരു നോക്ക് ഇട്ടിട്ടില്ല. ആൻഡ് തക്കുടുവാ ലോകത്തിന് അടുത്തൊരു ഡ്രോപ്പും കൂടെ കിട്ടിയിട്ടുണ്ട്. ഡ്രോപ്പുകളെല്ലാം അണ്ടി ചെയ്ത് തന്നെ കളിക്കുകയാണ് ടിവിയെ. സോ രാജരാജേശ്വരി അധോലോകം തിരിച്ചു വന്നിരിക്കുന്നു. ചിപ്പുകൾ എടുക്കാൻ തിരിച്ചു വരുന്നു. രാജരാജേശ്വരി അധോലോകത്തിന്റെ ഒരു കംബാക്ക് പോസിബിൾ ആണോ ഇല്ലയോ നമുക്ക് നോക്കാം. ഒരു പ്ലെയർ കണ്ടു അവിടെ, നിനക്കൊക്കെ പ്രാന്താണ്, നീയൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ഓടിച്ച് തിരിച്ചു പോന്നു. ചിപ്പ് എടുക്കുന്ന കാര്യം പോസിബിളേ അല്ല. ആൻഡ് കേവിയുടെ ബ്ലാക്ക് സ്കോഡ് ടയർ ടിവി അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. ഓപ്പണിൽ വണ്ടി നിന്നു. നല്ല ടാഗ് കിട്ടുന്നു. ബ്ലാക്ക് സ്കോഡിലെ ഇറ്റാച്ചി അടിച്ച് നോക്കിയിരുന്നു. ടിവി അഗൈൻ ഒരു കില്ല് കൺഫേം ചെയ്യാനുള്ള പരിപാടി. ടിവി അടുത്തൊരു കില്ലും കൂടെ, ഇറ്റാച്ചി ഒരു കില്ലും കൂടെ കൺഫേം ചെയ്തിരിക്കുന്നു. KVA vs ടിവിയെ. ബ്ലാക്ക് സ്കോഡിന് അവിടെ നല്ല ടാഗ് കിട്ടുന്നുണ്ട്. കീച്ചൻ സ്കോഡിന്റെ കയ്യിൽ നിന്ന് കീച്ചൻ സ്കോഡും അവിടെ തന്നെ ഉണ്ട്. സോ ടിവിക്ക് വണ്ടി എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് പോകണം. സോ രാജരാജേശ്വരി വീണ്ടും തിരിച്ചു വരുന്നു. SRR ടീംമേറ്റ്സിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരുന്നു. ഒരു റീകോളിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് SRRയുടെ സൈഡിൽ നിന്ന്. സോ ഫൈനൽ സർക്കിളിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ MRC അവിടെ MRC vs KVA നടക്കുന്നു. MRC vs KVA നടക്കുന്നു. ഫിനിഷ് ചെയ്ത് കളയുന്നു KVAയിലെ 2 പ്ലേയേഴ്സിനെയും. എന്നാൽ ഒരു പ്ലെയറിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. MRC സെക്യൂറിംഗ് ദ ഫസ്റ്റ് കിൽ. MRCയുടെ ആദ്യത്തെ കില്ല്. സോ 14K vs അഗാർത്ത. എല്ലാ സൈഡിലും ഫൈറ്റുകളൊക്കെ, എല്ലാ ടീമുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു. വേറെ ആരുടെയൊക്കെ ചിപ്പ് പൊട്ടിച്ചു കളഞ്ഞാലും എനിക്ക് തോന്നുന്നു സ്റ്റീവിന്റെ ബാഗിൽ കൈവച്ചിടിച്ച ആളുടെ ചിപ്പ് സ്റ്റീവിന്റെ ബാഗിൽ തന്നെ ഉണ്ടെന്നുള്ള വിലയേറിയ സംശയം എനിക്കുണ്ട്. അത് നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സ്റ്റീവിന്റെ ബാഗിൽ ഒരു ചിപ്പ് ഉണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ചിപ്പ് സ്റ്റീവിന്റെ ബാഗിലുണ്ട്. വേറെ ഏതൊക്കെ ചിപ്പ് കിട്ടിയാലും സ്റ്റീവ് കൊന്ന ആളുടെ ചിപ്പ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അവിടെ. ആൻഡ് TVS സെക്യൂർഡ് 5 kills. ആൻഡ് സോണിലേക്ക് നേരെ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സെന്റർ ഓഫ് ദ സോണിലോട്ട് ടിവിയെ നേരെ അങ്ങ് പോവുകയാണ്. ഒരു നല്ല ഹയർ പൊസിഷനിലേക്ക് ടിവിയെ പൊക്കോണ്ടിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ BCS 3 കില്ല് സെക്യൂർ ചെയ്ത് അവര് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തെങ്കിലും ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ കൂടെയാണ് BCS വന്നിരിക്കുന്നത്. സോ BCS ഈ കളി ക്വാളിഫൈ ആവണമെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ടൂർണമെന്റുകളിലെല്ലാം നമ്മൾ BCS ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ BCS ട്രൈയിങ് ദ ലെവൽ ബെസ്റ്റ് ടു ക്വാളിഫൈ ടു ദ ഫൈനൽസ്. ആൻഡ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു മൊമെന്റിലേക്കാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ടിവിയെ ബാക്ക് ടു ബാക്ക് 5 ഡിന്നേഴ്സ് അവരെ കൊണ്ട് സെക്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡേ 2 ടിവിയെ കൊണ്ടുപോയി എന്ന് തന്നെ പറയണം. ഓൾറെഡി 4 ഡിന്നർ എടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ടീം അറബിയിലെ നന്ദു അവിടെ നോക്കിട്ടിരിക്കുന്നു. ആൻഡ് അൾട്രോൺ അവിടെ ടീം അറബിയിലെ ഒരാളെ നോക്കിയിട്ടുണ്ട്. വാർഗോഡ് യൂസിനെ അവിടെ നോക്കിടുന്നു. പക്ഷെ ഇൻസ്റ്റന്റ് റിവൈവ് ചെയ്യുന്നു. ടീം അറബി ആദ്യത്തെ കില്ല് സെക്യൂർ ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ MRC vs 14K. MRC അവിടെ ഒരു 14Kയിൽ ഒരു പ്ലെയറിനെ നോക്കിയിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. കില്ലോ അപ്പോൾ അവിടെ KSDCയിലെ ഡ്രാക്കൻ FTWനെ KVA vs TVA വീണ്ടും അവിടെ നടക്കുന്നു.
തക്കുടുവാവ അധോലോകം. SRR ഓടിച്ച് അവിടെ TDS എടുക്കുന്നു. SRR സ്റ്റിൽ ഒരാള് വൺ മാൻ ഇപ്പോഴും നിൽക്കുകയാണ്. ആൻഡ് ആ ഒരു കില്ല് സെക്യൂർ ചെയ്യാൻ TVക്ക് പറ്റിയില്ല. ആ ഒരു സ്കില്ല് വേറെ ഒരാൾ കൊണ്ടുപോയി. ആൻഡ് യൂട്യൂബ് ഷേക്കിനെ അടിക്കുന്നു TV താൻ SRR ഓടിച്ച് അവിടെ TDS അടുത്ത പ്ലെയറിനെ എടുക്കുന്നു. SRR ഒന്ന് സ്പെക്ട് ചെയ്യണേ. SRRയുടെ പൊസിഷൻ നമുക്ക് ഓക്കെ സോൺ ഔട്ടില് SRR ഓടിച്ച് അവിടെ അടുത്ത് നോക്കിടുന്നു ടീം അറബി. ഇടിലം കളി. ആൻഡ് ഹരീത ബീസ് അവിടെ BCSലെ 2 പ്ലേയേഴ്സിനെ നോക്കിട്ടു. ഹരീത ബീസ് MRC അവിടെ 14K 2 പ്ലേയേഴ്സിനെ നോക്കാക്കുന്നു. TVS വെക്കിയോ. ആൻഡ് സ്റ്റിൽ 5 കില്ലുകൾ കൺഫേം ചെയ്യാൻ TVക്ക് പറ്റിയിട്ടില്ല. നമുക്ക് നോക്കാം. 6 കില്ലായിട്ടുണ്ട്. TVക്ക് 6 കില്ല് കൺഫേം ആയിട്ടുണ്ട്. ആൻഡ് അവിടെ BCSD എലിമിനേറ്റ് ആയിട്ടുണ്ട്. BCSDനെ അടിച്ച് എലിമിനേറ്റ് ചെയ്തു. BCSD എലിമിനേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഓക്കെ ഫൈനൽ 10 ടീമും 27 പേരുമാണ് ഇനി ബാക്കിയുള്ളത്. 10 പേര് 20 കീച്ചൻ സ്കോഡ് ഇവിടെ 4-man അലൈവാണ്. MRC അവിടെ AG അടിച്ചിടുന്നു. MRC RPMS പീസ് ഔട്ട്. 14K അവിടെ എലിമിനേറ്റ് ആകുന്നു. MRC എലിമിനേറ്റ് ആക്കുന്നു 14K. 9 ടീമും 25 പേരുമാണ് ഈ ചെറിയ സർക്കിളിൽ അലൈവായിട്ടുള്ളത്. കോച്ച് വിത്ത് an AWM. ഒരു നോക്ക് ഓൾറെഡി ഇട്ടു കോച്ച് അവിടെ ട്രൈങ് ടു ഗെറ്റ് ദ കിൽ. പക്ഷേ അകത്താണ്. ഒരു കോച്ച് അടുത്തൊരു കില്ലിന് വേണ്ടി ട്രൈ ചെയ്യുന്നില്ല. ആ നോക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കോച്ച് സ്പ്രേ ചെയ്യുന്നു. ഇത്രയും ദൂരം കിടന്നും നിന്നുമൊക്കെ സ്പ്രേ ചെയ്യുന്നു. 9 ടീം 25 പ്ലേയേഴ്സ് ആണ് അലൈവായിട്ടുള്ളത്. 25 പ്ലേയേഴ്സ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ഷേക്ക് പയ്യെ സോണിലേക്ക് കയറാനുള്ള ശ്രമമാണ്. ഇവിടെ TVയുടെ അടുത്തോട്ടാണ് പുഷ് ചെയ്ത് ചെല്ലുന്നത്. TVA വേഴ്സസ് KVA ഒരു 1 vs 4 സിറ്റുവേഷനിലേക്ക്. ആൻഡ് പുറകിൽ നോക്കുകയാണെങ്കിൽ KVയുടെ മെയിൻ ലൈനപ്പും പുറകിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാ സൈഡും നോക്കി നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. SRR ഒഴിച്ച് അവിടെ വീണ്ടും MRCയിൽ ഒരു പ്ലെയറിനെ നോക്കിടുന്നു. അകാർത്തേക്ക് വണ്ടിയില്ല. അവർക്കും സോണിലേക്ക് എത്തണം. ബൈ ഫുട്ട് എൻ്റർ ചെയ്തേ പറ്റത്തുള്ളൂ. സോ അവർ സ്മോക്ക് ഇടുന്നുണ്ട്. ആൻഡ് TVA ഇറ്റാച്ച് ചെയ്ത് സ്പോട്ട് ചെയ്യുവാണ്. കില്ലോ കോഡ് അവിടെ D3S ഗോസ്റ്റിനെ ഒരു നോക്ക് ഇടുന്നു. SRR ഒഴിച്ച് അവിടെ MRCയിൽ ഒരു പ്ലെയർ എടുത്തു. കാസ്ട്രോ അവിടെ നോക്കിടുന്നു. ഡീമൻ നോക്കി കാസ്ട്രോ രണ്ടാമത്തെ ആളെ ഫിനിഷ് ചെയ്യുന്നു. കാസ്ട്രോ ആൻഡ് KVA ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കിടിലുമായിട്ട് കളിക്കുന്നുണ്ട്. കമന്റ് ആൻഡ് KVA ഡീമൻ ഹോക്കി അവിടെ UK ഒരു പ്ലെയറിനെയും കൂടി ഫിനിഷ് ആക്കുന്നു. ആൻഡ് ADR യൂട്യൂബ് ഷേക്ക് പയ്യെ വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടിച്ച് ഇവിടെ കിടിലം കളി. അവിടെ KVA എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അൺനോണിനെ എലിമിനേറ്റ് കളയുന്നു. KVA 3 പേരെ വെച്ച് അവര് 4 കിൽസ് സെക്യൂർ ചെയ്ത് അതേപോലെ ടോപ്പ് 8 വന്നിട്ടുണ്ട്. KVA അവിടെ ഒരു സ്ക്വാഡ് വൈപ്പ് എടുക്കുന്നു. ആൻഡ് അഗാർത്ത ഇതുവരെ ഇറ്റാച്ചി സ്പോട്ട് ചെയ്തിട്ടില്ല. ഇറ്റാച്ചിയെ പയ്യെ വന്ന് അഗാർത്ത അടിക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ഇറ്റാച്ചി ടീമിന്റെ അടുത്തുനിന്ന് നല്ല മാറിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ഷേക്ക് ഓൾറെഡി സോൺ. ഇറ്റാച്ചിയെ അടിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇറ്റാച്ചിയെ അടിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഒരു ട്രിഗർ ഡിസിപ്ലിനിൽ നിൽക്കുകയാണ്. ഇറ്റാച്ചി അവിടെ AGയിൽ ഒരു പ്ലെയറിനെ നോക്കിടുന്നു. ഇറ്റാച്ചി ഒന്ന് സ്പെക്ട് ചെയ്യണേ. ഇറ്റാച്ചി രണ്ടാമത്തെ നോക്ക് ഇടാൻ പറ്റിയില്ല. രണ്ടാമത്തെ നോക്ക് ഇറ്റാച്ചി ഒരു 1v3 ആണോ നമ്മൾ കാണാൻ പോണേ. കറക്റ്റ് സമയത്ത് TVയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം ഇറ്റാച്ചി. ഇറ്റാച്ചി അടിക്കാൻ പോകണോ? ഇറ്റാച്ചി അടിക്കുന്നില്ല. ഇറ്റാച്ചി അടിച്ചാൽ പൊസിഷൻ പോകും. ഹീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. തൊട്ട് റൈറ്റിൽ നിന്ന് കൺഫേം ആവാൻ നോക്കുകയാണ്. നല്ല ട്രിഗർ ഡിസിപ്ലിനിൽ കളിക്കുന്നു. ഷേക്ക് അവിടെ നല്ല ട്രിഗർ ഡിസിപ്ലിനിൽ കളിക്കുന്നുണ്ട്. ആൻഡ് TVA വിത്ത് 9 kills 4 പേരും എലൈവായിട്ട് നിൽക്കുന്നു. ആൻഡ് ടീം അറബി നോക്കുകയാണെങ്കിൽ ഇവിടെ 2 പേരേ ഉള്ളൂ. 2 പേര് മാത്രം ബാക്കിയുള്ളൂ. അവർ 2 കില്ല് ഓൾറെഡി സെക്യൂർ ചെയ്തിട്ടുണ്ട്. 6 ടീമും 14 പ്ലേയേഴ്സും എലൈവ് ഈ സോണിൽ. SRR ഒടിച്ച് സ്റ്റിൽ സർവൈവിങ് ആൻഡ് ദ ഫൈനൽ ഡ്രോപ്പിൽ P90 വിത്ത് 200 ബുള്ളറ്റും ലെവൽ 3 ഹെൽമെറ്റും ലെവൽ 3 വെസ്റ്റും ലെവൽ 3 ജാമർ പാക്കും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും ഉണ്ട്. ആൻഡ് ടീച്ചർ സ്ക്വാഡ് 3 പേര് അല്ലയോ 3 KVA vs KVA
കീച്ചൻ സ്കോഡിനെ അടിച്ചിടുന്നു ഡീമൻ ഹോക്കി. രണ്ടുപേരെ അടിച്ചിരുന്നു. രണ്ടുപേരും ഡീമൻ ഹോക്കി അടിച്ചിട്ടുണ്ട്. 2 കില്ല് അവിടെ കൺഫേം ചെയ്യുന്നു. 5 കില്ല് ഡീമൻ ഹോക്കി അവിടെ 5 കില്ല് കൺഫേം ചെയ്യുന്നു. KVA വിത്ത് 6 കില്ല് 3 മാൻ ആയിട്ട് കളിക്കുന്നു KVA. ആൻഡ് കീച്ചൻ സ്കോഡിനെ KVA എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കില്ലുവ ഗോഡ് അവിടെ കാസ്ട്രോയെ നോക്കാക്കുന്നു. കില്ലുവ ഗോഡ് അവിടെ കാസ്ട്രോയെ നോക്കാക്കുന്നു. ഓ SRR സ്പോട്ട് ചെയ്തിട്ടുണ്ട് കോച്ച് അവിടെ. കാസ്ട്രോ കോച്ചിന്റെ തൊട്ട് ബാക്കില് യൂട്യൂബ് ഷേക്ക് ഇപ്പോഴും തൊട്ട് ബാക്കിൽ തന്നെയുണ്ട്. ട്രിഗർ ഡിസിപ്ലിൻ അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയണം, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ടിവിയുടെ സൈഡിൽ നിന്ന് നല്ല അവിടെ കില്ലു അവിടെ ഒരു നെയ്ഡ് നോക്കിട്ടിരിക്കുന്നു. ടീം MRC നല്ലൊരു നെയ്ഡ് നോക്കിട്ടിരിക്കുന്നു. കോച്ച് പുഷ് ചെയ്ത് പോന്നു. ആൻഡ് പുഷ് ചെയ്തില്ല അവിടെ. കോച്ച് അടുത്തൊരു നെയ്ഡ് കുക്ക് ചെയ്യാണ്. അടുത്തൊരു നെയ്ഡ് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അടുത്തൊരു നെയ്ഡ് കറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട്. അവിടോട്ടൊരു സ്റ്റൺ ഗ്രനേഡ് സ്റ്റണ്ണായിരിക്കുന്ന കോച്ച് കയറി ഫിനിഷ് ചെയ്ത് വിടുന്നു MRCയെ. TVA with 11 കില്ല്. ലാസ്റ്റ് ടോപ്പ് 4 ടീംസ് TVA വേഴ്സസ് KVA വേഴ്സസ് SRR വേഴ്സസ് ബ്ലാക്ക് സ്ക്വാഡ്. 2 KVA ലൈനപ്പും 1 SRR ലൈനപ്പും TVA മാത്രം ബാക്കി. TVA നോക്കുകയാണെങ്കിൽ മാൻ അഡ്വാൻറ്റേജിൽ 4 പ്ലേയേഴ്സ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 പ്ലേയേഴ്സ് ആയിട്ട് TVA ബാക്ക് ടു ബാക്ക് 5ാമത്തെ ചിക്കന് വേണ്ടിയിട്ട് TVA. കില്ലുവ കാസ്ട്രോ അവിടെ സ്നൈപ്പർ അടിച്ച് നോക്കാക്കുന്നു. ആൻഡ് SRR ഓടിച്ച് അവിടെ കാസ്ട്രോയുടെ കില്ല് ഫിനിഷ് ചെയ്യുന്നു. KVL ഒരു പ്ലെയർ, SRR ഒരു പ്ലെയർ, KVL 2ാമത്തെ സ്ക്വാഡിൽ ഒരു പ്ലെയർ, ബാക്കി TVL പ്ലേയേഴ്സ് മാത്രം. 4 പേര് വിലയും ഒരു മാച്ച്. ആൻഡ് KVL അവസാനത്തെ പ്ലെയറിനെ ഫണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് TVA. തക്കുടുവാവ അധോലോകം 5ാമത്തെ ബാക്ക് ടു ബാക്ക് 5ാമത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂട്യൂബ് ഷെയ്ക്കിന്റെ KVയുടെ ബ്ലാക്ക് സ്ക്വാഡിന് വേണ്ടിയിട്ട് ട്രിഗർ ഡിസിപ്ലിനിൽ ഇതുവരെ ഒരു വെടി പോലും വെക്കാതെ അവരുടെ തൊട്ട് മോളില് നിന്നോണ്ടിരിക്കുന്നു. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്പോട്ട് ചെയ്തിട്ടില്ല. പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു പ്ലെയർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവര് വല്ല മെറ്റ അടിക്കുന്നവരായിരുന്നെങ്കിൽ എപ്പോഴേ ഫിനിഷ് ആക്കേണ്ടതായിരുന്നു. സോ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റിയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് സ്റ്റീവിനെ ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ ചാൻസും അവിടെ ഉണ്ട്. സ്റ്റീവിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അവിടെ. ഈ കുക്കുളു വാവ അധോലോകത്തിനെ വൈപ്പ് ചെയ്യുന്നു TVA. ഹരി ദ ബീസ്റ്റ് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് യൂട്യൂബ് ഷെയ്ക്കിന്റെ വക. സ്റ്റീവിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അടി പൊട്ടിയില്ല, ഇതുവരെ അടിച്ചില്ല. SRR ഓടിച്ച് അവിടെ കില്ലുവെ അടിച്ചു. ആൻഡ് സ്റ്റീവിനെ അടിച്ചു. ലാസ്റ്റ് മാൻ 1 വേഴ്സസ് അതൊരു 1.5 അടിയായിരുന്നു സ്റ്റീവിന്റെ സർപ്രൈസ്. ബാക്ക് ടു ബാക്ക് 5 കളിയും ഡിന്നർ അടിച്ച് TVA 2ാമത്തെ ദിവസം തക്കുടുവാവ അധോലോകം ഡോമിനേറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം. 15 കില്ലും 2386.31 ഡാമേജും 14 അസിസ്റ്റുമായിട്ട് തക്കുടുവാവ അധോലോകം ഫിനിഷിംഗ് ദ ഡേ 2 വിത്ത് ക്ലാസ്. പറയാതിരിക്കാൻ വയ്യ. 5ൽ 5 കളിയും ഡിന്നർ അടിക്കുക എന്ന് പറയണത് ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. എന്റെ പൊന്നെ എന്ത് പറയണം എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. പ്യുവർ ഡോമിനേഷൻ ഫ്രം TVA. ഒരു രക്ഷയില്ല. ആൻഡ് സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു. നോക്കുകയാണെങ്കിൽ ഫൈനൽ മാച്ചിന്റെ റിസൾട്ട് TVA വിത്ത് 15 kills #1, KVA #2 വിത്ത് 1 kill. SRR എടുത്തു പറയേണ്ട ഒരു കളിയാണ്. ഒഡിച്ചിയുടെ അവിടെ വെച്ച് ടീം ഫുള്ള് പോയിട്ട് പോലും #3 വരെ എത്തിച്ചു. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഷെയ്ക്കും ടീമിനെ അവിടെ വരെ എത്തിച്ചതിൽ ഒരു വലിയ പങ്ക് ഷെയ്ക്കിനുണ്ട്. #2 KVA, #3 SRR ആൻഡ് #4 കുക്കുടുവാവ അധോലോകം. KVA വിത്ത് 7 kills. Team 5 MRC വിത്ത് 2 kill. Again KVA വിത്ത് 3 kills. #6 ആണ്. #7 MRCയുടെ മെയിൻ ലൈനപ്പ് ആണ്, 6 kills. അതുപോലെ അഗാർത്ത #8 വിത്ത് 1 kill. Unknown വിത്ത് 0 kill. 14K #10 വിത്ത് 1 kill. 11th പൊസിഷൻ TVA വിത്ത് 3 kill. 12th പൊസിഷൻ BCZ വിത്ത് 5 kill.
And 13th position, Thunder Strike with 0 kill. Tokyo Hash 14 with 0 kill. GNR Hash 15 with 5 kills. And Hash 16 with 1 kill. TID. And നമുക്ക് ഫൈനൽ പോയിന്റ് ടേബിൾ അപ്ഡേറ്റും കൂടി കണ്ടിട്ട് ലൈവ് നിർത്താം. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഡാഡു കിച്ചറി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 പോയിന്റ് കിക്ക് പോയിന്റ്സ്. അതുപോലെ മനാഫ്, നാളെ ഫൈനലിൽ തൂക്കുന്ന ടീമിലെ ഒരാൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി മനാഫ് ബ്രോ ആണ് ആ സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ പോണത്. നാളെ ഫൈനൽ തൂക്കുന്ന ടീമിന് മനാഫ് ബ്രോയുടെ സൈഡിൽ നിന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അത് ലൈവിന്റെ സ്റ്റാർട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു. സോ എടാ ഒന്ന് നോക്കിയേ രായ, ലൈവ് ഇട്ട് നോക്കി. വന്നിട്ടില്ല. ഒരു 3 മിനിറ്റിനകത്ത് അപ്ഡേറ്റ്. ഒരു ലീഡർ എന്താണ് പറയാനുള്ളത് ബ്രോ? എനിക്ക് ഇപ്പൊ കറന്റ് ഒന്നും പറയാനില്ല. ഞാൻ പ്രൗഡാണ്, പക്ഷെ ഞാനിപ്പോ ഈ ഒരു ടൂർണമെന്റ് കാസ്റ്റ് ചെയ്യുന്ന ആളാണ്. എന്റെ സന്തോഷം ഈ ഫേസ് ക്യാം ഓഫ് ആവുമ്പോ ഞാൻ എക്സ്പ്രസ് ചെയ്തോളാം. സോ അപ്ഡേറ്റ് ആയോ? ഹോസ്റ്റ് എന്നുള്ള, ഞാനൊരു ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ കളിച്ച 5 മാച്ചും ഡിന്നർ അടിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി, പറയാതിരിക്കാൻ വയ്യ. പ്യുവർ ഡോമിനേഷൻ. ആൻഡ് മാച്ച് നമ്പർ 5 കഴിയുമ്പോ TVA, ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? അതാ ടോട്ടൽ മാച്ച് നമ്പർ 5 കഴിയുമ്പോ TVA വിത്ത് 139 പോയിന്റ്സ് ആണ് TVA സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് TVയുടെ തൊട്ട് താഴെ KV ആണ്. പക്ഷേ 103 പോയിന്റിന് ബാക്കിലാണ് 1-നും 2-നും തമ്മിലുള്ള വ്യത്യാസം. 103 പോയിന്റിന്റെ ഡിഫറൻസ്. ആൻഡ് 89 കില്ലാണ് TVയുടെ സൈഡിൽ നിന്ന് TV എടുത്തിട്ടുള്ളത്. ആൻഡ് 3ാമത്തെ പൊസിഷനിൽ SRR വന്നിട്ടുണ്ട് 35 പോയിന്റ്. ആൻഡ് 4ാമത്തെ പൊസിഷനിൽ ടീം അറബി, 5ാമത്തെ അതായത് MRC, 5ാമത്തെ പൊസിഷനിൽ അഗൈൻ KVA, 6ാമത്തെ പൊസിഷനിൽ അഗൈൻ MRC, 7ാമത്തെ പൊസിഷനിൽ അഗൈൻ KVA, 8ാമത്തെ പൊസിഷനിൽ ടോക്കിയോ. ലാസ്റ്റ് മിനിറ്റിൽ ടോക്കിയോ ക്വാളിഫൈ ആയി. 16 പോയിന്റിന് ടോക്കിയോ കയറി, അൺനോണിനെ വെട്ടിച്ച് ടോക്കിയോ ഫ്രണ്ടിൽ കയറി. 2 പോയിന്റിനാണ് ടോക്കിയോ വന്നേക്കുന്നത്. സോ ഫൈനൽ KVA, TVA, KVയുടെ 3 ലൈനപ്പ്, TVയുടെ 3 ലൈനപ്പ് എല്ലാം ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. TVA, KVA, SRR, MRC. MRCയുടെ 2 ലൈനപ്പ്. സോ ടുമോറോ ഇസ് ദ ഫൈനൽ. നാളത്തെ അടിനാശം വെള്ളപ്പൊക്കം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇന്ന് കമ്പാരിറ്റീവ്ലി ലോബിയിൽ ഞാൻ പറയില്ല, ഇന്നലത്തെ അത്ര ഒരു കോമ്പറ്റീഷൻ എനിക്ക് അല്ല, ഇന്നലത്തെ അത്ര ഇന്റൻസിറ്റി ഉള്ള ഒരു ഫൈറ്റ് നമ്മൾ കണ്ടില്ല ഇന്ന്. പക്ഷെ നാളെ അതുണ്ടാവും ഉറപ്പായിട്ടും. ആൻഡ് നമുക്ക് പ്ലേയേഴ്സിനെയും കൂടെ നോക്കാം. കില്ലൂടെ നോക്കി നോക്കിടാ. കില്ല് നോക്ക്. കില്ലുവാഗോഡ് വിത്ത് 27 കിൽസ്. ആൻഡ് കില്ലുവാഗോഡും യാമിയും തമ്മിൽ 4 കില്ലിന്റെ ഡിഫറൻസ്. കില്ലുവാഗോഡ് വിത്ത് 27, സ്റ്റീവ് വിത്ത് 24, ഹരി ദ ബീച്ച് വിത്ത് 23, റെക്ലെസ് വിത്ത് 15, ദ BX ബ്രേക്ക് 13, ഡീമൻ ഹോക്കി ഫ്രം KVA 12. ദ BX ബ്രേക്ക് MRC പ്ലെയർ ആണ്. ആൻഡ് ഡാർക്ക് പെയിൻ വിത്ത് 8, ബാഡ്മാൻ വിത്ത് 8, F1 ഡോറ വിത്ത് 6, ലെഗസി ഗോഡ് വിത്ത് 6, അൾട്രോൺ 6, ഭൂതം 6, ഒഡിച്ചി 6, ഹിറ്റ്മാൻ 5, Aziz 775, RPMX Peace Out 5, Spray God YT 5, D3X Ghost 4, KVA Talapati 4, Nandu 4, War God Choose 4, Mafia Overwatch 4, Mexen 4 kills, Chappy X Gamers 3, Castro YT 3, Linux OP 3, Darken FTW 3. അങ്ങനെയാണ് കിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ടൂർണമെന്റ് ഡേ 2 ഇവിടെ വന്ന് കണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് ഫൈനൽ ഒന്ന് കാണിച്ചടാ. ഫൈനൽ ഇത് കാണിക്കും. കുറച്ചുകൂടെ കഴിയുമല്ലോ. സോ ഫൈനൽ ഗ്രൂപ്പ് ആഡ് ആവുന്നതേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഫൈനൽ ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞുതരാം. EVX, ഡെഞ്ചാർ, ദ സ്ക്വാഡ്, TVA, TGA, ചോട്ടാ മുംബൈ, OG, വള്ളി ടീംസ്, TVA, VNV ആണ് ആദ്യത്തെ 8 ടീംസ്. രണ്ടാമത്തെ 8 ടീം TVA, KVA, SRR, ടീം അറബി, MRC, ബ്ലാക്ക് സ്ക്വാഡ്, MRC മെയിൻ ലൈനപ്പ്, KVയുടെ അടുത്ത സ്ക്വാഡ്, KVയുടെ 2 സ്ക്വാഡ്സ്, ടോക്കിയോ ആണ് ഫൈനൽ വരാൻ പോണത്. സോ 3 ടീം TVA എന്നും 3 ടീം KVA എന്നും 2 ടീം MRC എന്നും
ക്വാളിഫൈ ആയിട്ടുണ്ട്. മൾട്ടിപ്പിൾ സ്ലോട്ട് മേടിച്ച് എല്ലാവരും ആ സ്ലോട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഫൈനൽ വിൽ ബി എ ബ്ലാസ്റ്റ്. നാളെ രാത്രി 10:30 ഫൈനൽസ് ഉണ്ടാവും. അപ്പൊ